പാലാ അൽഫോൻസ കോളേജിലും മെഗാ രക്തദാന ക്യാമ്പ് നടന്നു. കോളേജിലെ NSS, NCC യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പാലാ ബ്ലഡ് ഫോറത്തിന്റെയും ലയൺസ് ക്ലബിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്. പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ മഹനീയ കർമ്മമാണ്. ഇന്ന് ഇന്ത്യയിൽ ആവശ്യത്തിന് വേണ്ടതിലും പകുതി ബ്ലഡ് മാത്രമേ ഉള്ളൂ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നിങ്ങൾ ഓരോരുത്തരും രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ മഹനീയ സൽക്കർമ്മത്തിൽ നിങ്ങൾ സാക്ഷികളാകുകയാണ്. നിങ്ങളുടെ ബ്ലഡ് ഇവിടെ നിന്നും ഏതെങ്കിലും ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് മാറുന്നു. അതിനുശേഷം അവിടെ അത് സൂക്ഷിച്ച് വെച്ചിട്ട്, വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട്, ആവശ്യമുള്ള രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ രക്തം കൊണ്ട് ഒരു ജീവിയോ അല്ലെങ്കിൽ ഒന്നിലധികം ജീവനോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിലും വലിയൊരു മഹനീയ കർമ്മം ഒരു മനുഷ്യജന്മത്തിനുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു അധ്യക്ഷയായിരുന്നു. ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അനുഗ്രഹ പ്രഭാഷണവും ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും നടത്തി. പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമറ്റം രക്തദാന സന്ദേശം നൽകി. ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ജേക്കബ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറക്കൽ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റോസ്മേരി ഫിലിപ്പ്, പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർ അരുൺ പോൾ, ഡോക്ടർ മാമച്ചൻ, സിസ്റ്റർ ബെൻസി, വിഷ്ണു, NSS വോളണ്ടിയർ സെക്രട്ടറി ശ്വേബ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. 60ഓളം പെൺകുട്ടികൾ രക്തദാനം നടത്തി.